Good morning. So, today we can start a new chapter, accounting for issue of debentures. അപ്പോൾ നമുക്കറിയാം ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് റിക്വയർ ലോങ് ടേം ഫിനാൻസ് ഫോർ ദെയർ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ലോങ് ടേം ഫിനാൻസ് റേസ് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് നമുക്കറിയാം എന്താണ്, ഒന്ന് ഷെയർ ക്യാപിറ്റലാണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ കൂടാതെ വേറൊരു മെത്തേഡ് ഓഫ് ബോറോയിങ് ആണ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിബെഞ്ചേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബോറോഡ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ആൻഡ് ദേ ആർ നോൺ ആസ് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് എന്ന് പറയും. അതായത് ഡിബെഞ്ചർ ഹോൾഡേഴ്സിനെ നമ്മൾ ലോങ് ടേം ക്രെഡിറ്റേഴ്സ് എന്ന് പറയാൻ വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആർ റിഗാർഡഡ് ആസ് ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി. കാരണം അവർക്ക് കമ്പനി ഓസ് മണി ടു ദം. ഓക്കെ, അപ്പോൾ സോ ദേ ആർ എൻറ്റൈറ്റിൽ ടു പീരിയോഡിക്കൽ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് എ ഫിക്സഡ് റേറ്റ് and they are also entitled to redemption of their debentures as per the terms and conditions of issue. പക്ഷേ ഈ ഷെയർ ഹോൾഡേഴ്സിനെ പോലെ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് എന്തില്ല, ദേ ഹാവ് നോ വോട്ടിംഗ് റൈറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. Company can borrow money for meeting its short term as well as long term requirements. അപ്പോൾ ഈ ലോങ് ടേം റിക്വയർമെൻറ്റ്സിനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നതാണ് ഏത്, സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നതാണ് എന്താണ്, ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. അതായത് കമ്പനി ജനറലി ബോറോസ് ഫ്രം ദ പബ്ലിക് ബൈ ഇഷ്യൂയിങ് ഡിബെഞ്ചേഴ്സ്. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒരു ഡിബെഞ്ചർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കടപ്പത്രം എന്നാണ് പറയുന്നത്. അപ്പം ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടായിരിക്കുന്നത് ഡിബെയർ എന്നാണ്, വിച്ച് മീൻസ് ബോറോ. അപ്പം ഡിബെഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അക്നോളജ്മെൻറ്റ് ഓഫ് ഡെറ്റ്. അതായത് നമ്മളിപ്പം ഒരു കമ്പനിക്ക് എങ്ങനെ കമ്പനി നമുക്ക് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്ര കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്നോളജ്മെൻറ്റ് ഓഫ് ഡെറ്റാണ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എൻ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെറ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ ഇറ്റ്സ് കോമൺ സീൽ. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡിബെഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് വിച്ച് ഈദർ ക്രിയേറ്റ്സ് ഓർ അക്നോളജസ് എ ഡെറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കൊരു ഡെഫിനേഷൻ നോക്കാം ഡിബെഞ്ചറിൻ്റെ. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 12 ഓഫ് കമ്പനീസ് ആക്ട് ഡിഫൈൻസ് ഡിബെഞ്ചർ. എന്താണ് ഡിബെഞ്ചറിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഡിബെഞ്ചർ ഇൻക്ലൂഡ്സ് ഡിബെഞ്ചേഴ്സ്, സ്റ്റോക്ക്, ബോണ്ട്സ് ആൻഡ് any other securities of a company whether constituting a charge on the assets of the company or not. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഡിബെഞ്ചർ എന്ന് പറയുന്നത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിബെഞ്ചർ സ്റ്റോക്ക്, ബോണ്ട്സ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി വെദർ കോൺസ്റ്റിറ്റ്യൂട്ടിങ് എ ചാർജ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി ഓർ നോട്ട്. ചിലപ്പം ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഓൺ ദി ചാർജ് ഓഫ് അസറ്റ് ആയിരിക്കും. അതായത് കമ്പനീൻ്റെ അസറ്റ് ഒരു സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടായിരിക്കാം. അതാണ് ഇറ്റ് ക്രിയേറ്റ്സ് ചാർജ് ഓർ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെപ്രസെൻറ്റ്സ് ലോൺ ഓർ ബോറോഡ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. മനസ്സിലായല്ലോ? അപ്പോൾ ഡിബെഞ്ചർ ഇസ് ലൈക്ക് എ സർട്ടിഫിക്കറ്റ് ഓഫ് ലോൺ ഓർ എ ലോൺ ബോണ്ട് എവിഡൻസിങ് ദ ഫാക്ട് that the company is liable to pay a specified amount with interest. And although the money raised by the debenture holders become a part of company's capital structure and it does not become share capital. Okay, അപ്പോൾ ഡിബെഞ്ചേഴ്സ് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് റേറ്റോട് കൂടിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഇൻട്രസ്റ്റ് അറ്റ് 8%. സോ അവിടെ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതിനെയാണ് നമ്മൾ കൂപ്പൺ റേറ്റ് എന്നൊക്കെ പറയും. ഡിബെഞ്ചറിൻ്റെ കൂപ്പൺ റേറ്റ് എന്നാണ് അതിന് പറയാം. മനസ്സിലായല്ലോ? അപ്പോൾ ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോങ് ടേം ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഓർ സെക്യൂരിറ്റി. ഡിബെഞ്ചർ ഇൻക്ലൂഡ്സ് ബോണ്ട് എന്ന് പറഞ്ഞ്, അപ്പം ബോണ്ടും ഡിബെഞ്ചേഴ്സിൽ വരുന്നതാണ്. പക്ഷേ ബോണ്ടിനൊരു സ്പെസിഫൈഡ് മീനിങ് ഉണ്ട്, അത് നമുക്കൊന്നും കൂടെ നോക്കാനുണ്ട്. അപ്പോൾ ബോണ്ട് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഡു നോട്ട് ഹാവ് എനി റിസ്ക് ഓഫ് default. Then a company in India can issue secured debentures or unsecured debentures. Generally debentures are secured, അത് ഓർത്തിരിക്കുക. Okay, and in case of debentures the rate of debentures are fixed and it is known to
ഇൻവെസ്റ്റേഴ്സ്. ഇപ്പോൾ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ 6% ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ 8% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടല്ലേ ലോൺ എടുക്കുക. അതേപോലെ തന്നെയാണ് ഡിബെഞ്ചറിൻ്റെയും ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ്ഡ് ആയിരിക്കും ആൻഡ് ഇറ്റ് ഇസ് നോൺ ടു ദി ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത്, അപ്പോൾ ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദേ ആർ ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ റേസിംഗ് ലോങ് ടേം ക്യാപിറ്റൽ ആൻഡ് ദേ ആർ ഇഷ്യൂഡ് ബൈ എ കമ്പനി ആസ് എൻ അക്നോളജ്മെൻറ്റ് ദാറ്റ് ദ കമ്പനി ഹാസ് ബോറോഡ് എ സർട്ടൻ എമൗണ്ട് ഓഫ് മണി which it promises to repay at a future date. Okay, so debenture holders are known as long term creditors of the company. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ബോണ്ട് എന്നുള്ളത്. നമ്മൾ ഡിബെഞ്ചറിൻ്റെ ഡെഫിനേഷനിൽ പഠിച്ച് ഡിബെഞ്ചർ ഇൻക്ലൂഡ്സ് ഡിബെഞ്ചർ ബോണ്ട്. അപ്പോൾ എന്താണ് ബോണ്ട്? എന്താണ് ബോണ്ട്? ഇസ് ഓൾസോ an acknowledgement of debt issued under the seal of the company. അതായത് ഒരു ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇവിടെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് നോട്ട് പ്രീ ഡിറ്റർമിൻ. അതാണ് ബോണ്ടിൻ്റെ പ്രത്യേകത. അതായത് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഇസ് പ്രീ ഡിറ്റർമിൻഡ്. നമുക്കറിയാം ആദ്യമേ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഡിബെഞ്ചേഴ്സിന് ഉണ്ടാവുക. ബട്ട് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ബോണ്ട് ഇസ് നോട്ട് പ്രീ ഡിറ്റർമിൻഡ്. ഇന്ത്യയിൽ ദർ ഇസ് നോട്ട് മച്ച് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു, ബോണ്ട് ആൻഡ് ഡിബെഞ്ചർ. ബോണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സെക്യൂർഡ് ഡിബെഞ്ചർ. ഡിബെഞ്ചേഴ്സ് ആണ് സെക്യൂർഡും അൺസെക്യൂർഡും ഉണ്ടാവും. പക്ഷേ ബോണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഇസ് സെക്യൂർഡ് ഡിബെഞ്ചർ. എ ഡിബെഞ്ചർ വിച്ച് ഇസ് അൺസെക്യൂർഡ് ഡസ് നോട്ട് ബിക്കം എ ബോണ്ട്. ഓർത്തോളാം. In India, debentures are usually issued as secured debentures. Bonds are generally issued by government and semi-government organizations. അപ്പോൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഓൾസോ എ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ്റ്സ്, കോർപ്പറേഷൻസ് ആൻഡ് അതർ എൻറ്റിറ്റീസ് ഫോർ റേസിംഗ് ഫണ്ട്സ്. ബോണ്ടിൻ്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബോണ്ട് എന്ന് പറഞ്ഞാൽ it is a debt investment in which an investor loans money to an entity which borrows the funds for a definite period of time at a variable or fixed rate of interest. So next we can see what is the difference between bond and a debenture. അപ്പോൾ ബോണ്ടും ഡിബെഞ്ചേഴ്സും ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ അത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബോണ്ട് ആൻഡ് ഡിബെഞ്ചേഴ്സ് ആർ യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ഈച്ച് അതർ. ബട്ട് ദർ ആർ സം ഡിഫറൻസസ് ബിറ്റ്വീൻ ദീസ് ടു. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിഫറൻസസ് എന്നുള്ളത്. എ ബോണ്ട് ക്യാൻ ബി ഇഷ്യൂഡ് വിത്തൗട്ട് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ബോണ്ടിൻ്റെ കാര്യത്തിൽ പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കില്ല. ചിലപ്പം ഫിക്സ്ഡ് ആയിരിക്കാം, അത് മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആൻഡ് സെക്കൻഡ് ഡിഫറൻസ് ഇസ് ബോണ്ട് ഇസ് ഇഷ്യൂഡ് അറ്റ് മാക്സിമം ഡിസ്കൗണ്ട് ബട്ട് ദ ഡിബെഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് ലെസ്സർ ഡിസ്കൗണ്ട്. And the last difference is the difference between redemption price and issue price of bond is treated as interest. അതായത് ഇപ്പോൾ ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 1 lakhനാണ്, റിഡീം ചെയ്യുന്നത് 90,000നാണെങ്കിൽ ആ ഡിഫറൻസ് ഓഫ് 10,000 ആണ് ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്. But in the case of debentures, the interest on debentures is calculated on the basis of its face value and the rate of interest. അതായത് ഇപ്പം 8% ഡിബെഞ്ചേഴ്സ് ഓഫ് 1 lakh എന്ന് പറയുകയാണെങ്കിൽ 1 lakh ഇൻറ്റു 8%, 8,000 എന്ന് പറയുന്നത് അവിടെ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ഡിബെഞ്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ. നേരെ മറിച്ച് ബോണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇഷ്യൂ പ്രൈസ് ആൻഡ് റിഡംഷൻ പ്രൈസ്. ഈ റിഡംഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, 1,00,000 ബോണ്ടാണ് ഇഷ്യൂ ചെയ്തതെങ്കിൽ അത് കൊടുക്കുന്നത് 90,000 ആയിട്ടാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ഡിഫറൻസ് ഓഫ് 10,000 ഉണ്ട്. ദാറ്റ് ഡിഫറൻസ് ഇസ് ട്രീറ്റഡ് ആസ് ഡിസ്കൗണ്ട്. ഓക്കെ, സോറി, ഇറ്റ് ഈസ് അല്ലെങ്കിൽ ഇപ്പം 1 lakhൻ്റെ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്ത് 1,10,000 റിഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10,000 ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ഇസ് എ ചാർജ്. അപ്പോൾ ഈ ചാർജ് നിങ്ങൾ ഈ ഡിബെഞ്ചറിൽ കുറേ കേൾക്കാം. അതായത് ഡിബെഞ്ചറിൻ്റെ ഡെഫിനേഷനിൽ തന്നെ കേട്ട് ഡിബെഞ്ചർ ഇൻക്ലൂഡ്സ് ഡിബെഞ്ചർ സ്റ്റോക്ക്, ബോണ്ട്സ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി വെദർ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എ ചാർജ് ഓൺ ദി അസറ്റ്സ് ഓർ നോട്ട് എന്നുള്ളത്. അപ്പോൾ ടേം ചാർജ് സിംപ്ലി മീൻസ് ടു മോർട്ട്ഗേജ്. അതായത് നമ്മളിപ്പം ഹൗസിംഗ് ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മളവിടെ എന്താണ് പ്രോപ്പർട്ടി, നമ്മളെ ഒന്നുകിൽ ആധാരം
വീടിൻ്റെ ആധാരമാണല്ലോ അവിടെ വെക്കുക. അപ്പോൾ അങ്ങനെ അതൊരു ചാർജാണ്. അതായത് ഇറ്റ് മീൻസ് സെക്യൂറിങ് ദ ലോൺ ബൈ എൻക്യുംപറിങ് അസറ്റ് എഗെയിൻസ്റ്റ് ദ ലോൺ. അതായത് എന്തിനാണ് നിങ്ങൾ വീടിൻ്റെ ആധാരം വെക്കുന്നത്? അഥവാ നിങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഈ പ്രോപ്പർട്ടി എന്ത് ചെയ്യും? ജപ്തി ചെയ്തു പോകും. അപ്പോൾ അതൊരു ചാർജ് ആയിട്ടാണ് നമ്മൾ അവിടെ വെക്കുന്നത്. സോ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഇഫ് ബോറോവർ ഫെയിൽസ് ടു മീറ്റ് ഇറ്റ്സ് ഒബ്ലിഗേഷൻ, അതായത് ലോൺ അടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ദ ലെൻഡർ ക്യാൻ സെക്യൂർ ഹിസ് പേയ്മെൻറ്റ് ഫ്രം ദി അസറ്റ് ഓർ അസറ്റ്സ് മോർഗേജ്ഡ്. ബാങ്കിന് എന്തിനുള്ള അധികാരം ഉണ്ടെന്നാണ് പറയുന്നത്? ബാങ്ക് ക്യാൻ സെക്യൂർ ഹിസ് പേയ്മെൻറ്റ്. ഓക്കെ, അങ്ങനെ രണ്ട് തരത്തിലുള്ള ചാർജാണ് ഉണ്ടാവുക. യൂഷ്വലി ദർ ആർ 2 types ഓഫ് ചാർജ്, ഫിക്സഡ് ചാർജ് ആൻഡ് ഫ്ലോട്ടിംഗ് ചാർജ്. ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞാൽ എ ചാർജ് ക്രിയേറ്റഡ് ഓൺ സ്പെസിഫിക് അസറ്റ്സ് ഓഫ് എ പെർമനൻറ്റ് നേച്ചർ സച്ച് ആസ് ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി എക്സെട്ര ആർ നോൺ ആസ് ഫിക്സഡ് ചാർജ്. നേരെ മറിച്ചിട്ട് എന്താ ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ എ ചാർജ് ക്രിയേറ്റഡ് നോട്ട് ഓൺ സ്പെസിഫിക് അസറ്റ് ബട്ട് ജനറലി ഓൺ ഓൾ അസറ്റ്സ് ആർ നോൺ ആസ് ഫ്ലോട്ടിംഗ് ചാർജ്. ഓക്കെ, അപ്പോൾ ചാർജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വി ക്യാൻ സീ ദ നേച്ചർ ഓഫ് ഡിബെഞ്ചേഴ്സ്. ഡിബെഞ്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നമുക്കറിയാം, ഇറ്റ് ഈസ് എ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് അണ്ടർ ദ സീൽ ഓഫ് ദി കമ്പനി. അതായത് ഡിബെഞ്ചർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇഷ്യൂഡ് അണ്ടർ ദ സീൽ ഓഫ് ദ കമ്പനി. കമ്പനീൻ്റെ മുദ്ര അതിലുണ്ടാവും. ദെൻ ഇറ്റ് ക്യാരീസ് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് എ കോൺട്രാക്ട് ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് അറ്റ് എ സ്പെസിഫൈഡ് റേറ്റ്. അതായത് ഇപ്പം 5 ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് 1 lakh ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് റീപേയബിൾ ആഫ്റ്റർ 5 years എന്ന് പറയുകയാണെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഡിബെഞ്ചേഴ്സ് തിരിച്ചു കൊടുക്കണം കമ്പനി. ആൻഡ് ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഫോർ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് ആഫ്റ്റർ എ സ്പെസിഫൈഡ് ഡേറ്റ്. And it is generally secured by a charge on the assets of the company and it represents loan capital. ഒരു ലോൺ എടുത്തതിന് തുല്യമാണ്. It is repaid after a long period, so we can say it is a long term finance and it carries no voting right. അതായത് ഷെയർ ഹോൾഡേഴ്സിനുള്ളത് പോലെ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് എന്തിനുള്ള റൈറ്റില്ല? ദേ ഹാവ് നോ വോട്ടിംഗ് റൈറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബെഞ്ചർ. ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിബെഞ്ചർ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ കമ്പനിക്ക് എമൗണ്ട് ഒരു ക്യാപിറ്റൽ എമൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ കമ്പനി ക്യാൻ റേസ് ഫണ്ട്സ് ഫ്രം പബ്ലിക് ബൈ ഇഷ്യൂയിങ് ഷെയർസ്. അപ്പോൾ ഷെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഓൺ ക്യാപിറ്റൽ. ഈ ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ ഓണേഴ്സ് ഓഫ് ദി കമ്പനി എന്ന് പറയും. ഇപ്പോൾ കമ്പനീൻ്റെ ഒരു ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഷെയർ ഹോൾഡർ ആരായി മാറുക ചെയ്യുന്നത്? കമ്പനീൻ്റെ ഓണറായി മാറുക ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഓൺഡ് ക്യാപിറ്റൽ, OWNED. ശ്രദ്ധിക്കുക. ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ബോറോഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോൺ ക്യാപിറ്റൽ എന്നൊക്കെ പറയാം. ഇനി ഷെയറിന് എന്താ കിട്ടുക എന്ന് വെച്ചാൽ ഡിവിഡൻഡ് ഇസ് പെയ്ഡ് ഓൺ ഷെയർസ്. അതായത് കമ്പനീൻ്റെ ഓണേഴ്സ് ആണല്ലോ. അപ്പോൾ കമ്പനിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാവുമോ ആ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം, ലാഭവിഹിതത്തിനെയാണ് ഡിവിഡൻറ്റ് എന്ന് പറയുക. സോ ഡിവിഡൻറ്റ് ഇസ് പെയ്ഡ് ഓൺ ഡിബെഞ്ചേഴ്സ്. നേരെ മറിച്ച് ഷെയർസിന് ഡിവിഡൻറ്റാണ് കൊടുക്കുക. നേരെ മറിച്ച് ഡിബെഞ്ചേഴ്സിന് എന്താ കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് ഇസ് പെയ്ഡ് ഓൺ ഡിബെഞ്ചേഴ്സ്. മനസ്സിലായി? ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന പോലെ ഈ ഡിബെഞ്ചറിന് എന്താ വരിക? പലിശയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ദ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് മേ വേരി ഫ്രം ഇയർ ടു ഇയർ. ഷെയറിൻ്റെ കേസിൽ ഡിവിഡൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് അല്ല. ഇപ്പോൾ കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ കമ്പനി ആ വർഷം കൂടുതൽ ഡിവിഡൻറ്റ് കൊടുത്തെന്ന് വരും. ഇപ്പോൾ 10% ഡിവിഡൻ്റ് ആണെങ്കിൽ നെക്സ്റ്റ് ഇയർ ചിലപ്പം നല്ല പ്രോഫിറ്റ് ഉള്ള കമ്പനി ആണെങ്കിൽ 20% ഡിവിഡൻ്റൊക്കെ ആയിട്ട് ഡിക്ലെയർ ചെയ്തെന്ന് വരാം. അപ്പോൾ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് മേ വേരി ഫ്രം ഇയർ ടു ഇയർ. നേരെ മറിച്ച് ഡിബെഞ്ചറിൻ്റെ കേസിലാണെങ്കിൽ ദ റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് നോട്ട് ഡിവിഡൻറ്റ്, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ഫിക്സ്ഡ്. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ തന്നെ 8% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിബെഞ്ചറിന് പറഞ്ഞതെങ്കിൽ അത് എല്ലാ വർഷവും സെയിം ഇൻട്രസ്റ്റ് ആയിരിക്കും, അവിടെ വേരി ചെയ്യുന്നില്ല ഇൻട്രസ്റ്റ് റേറ്റ്. ദെൻ ഷെയർ ഹോൾഡർ ഗെറ്റ്സ് ഡിവിഡൻഡ് ഓൺലി ഇഫ് ദർ ഇസ് പ്രോഫിറ്റ്, ദസ് ഇറ്റ് ഈസ് എൻ അപ്രോപ്രിയേഷൻ ഐറ്റം. അതായത് കമ്പനിക്ക് ഒരു വർഷം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുള്ളൂ. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ലാഭവിഹിതമാണല്ലോ. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം കിട്ടുള്ളൂ. നേരെ മറിച്ച് ഡിബെഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും കമ്പനി കൊടുത്തിരിക്കണം. അപ്പോൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഗെറ്റ്സ് ഇൻട്രസ്റ്റ് വെദർ ദ കമ്പനി മേക്സ് പ്രോഫിറ്റ് ഓർ നോട്ട്, ദസ് ഇറ്റ് ഇസ് എ ചാർജ് ഐറ്റം എന്ന് പറയാം.
ഈ ഷെയർ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് അൺസെക്യൂർഡ്. അതായത് ഇപ്പം കമ്പനി അടച്ചുപൂട്ടുന്നൊരു സമയത്താണെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ബാക്കി ഡിബഞ്ചർ ഹോൾഡേഴ്സിനെയും ബാക്കി എല്ലാ ഡെറ്റ്സും സെറ്റിൽ ചെയ്തതിന് ശേഷം മാത്രം ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട് തിരിച്ചു കിട്ടുള്ളൂ. മനസ്സിലായല്ലോ? ബിക്കോസ് ദേ ആർ ദ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. അപ്പോൾ ഈ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ അൺസെക്യൂർഡ് ഐറ്റം. ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും വരും, സെക്യൂർഡും ഉണ്ട് അൺസെക്യൂർഡ് ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് ജനറലി സെക്യൂർഡ്. ദെൻ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഹീസ് ദ പ്രൊപ്രൈറ്റർ. അത് ഞാൻ പറഞ്ഞല്ലോ, ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. പക്ഷേ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ ലോങ് ടേം ക്രെഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി. ദെൻ ഷെയർ ഹോൾഡേഴ്സ് എൻജോയ്സ് വോട്ടിംഗ് റൈറ്റ്. ഷെയർ ഹോൾഡേഴ്സിന് എല്ലാ തീരുമാനങ്ങളും എടുക്കാനുണ്ട്, അവർക്ക് ദേ ഹാവ് ദ വോട്ടിംഗ് റൈറ്റ്. ബട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഹാവ് നോ സച്ച് റൈറ്റ്, വോട്ടിംഗ് റൈറ്റ് ഇല്ല. ദെൻ ഷെയർസ് കനോട്ട് ബി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. ഡിബഞ്ചേഴ്സ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. അത് നാളെ എടുക്കാം. താങ്ക് യു.